ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഈ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചു തുടങ്ങിയത്. അതിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇഫും ഇഫ് എൽസും ഈ രണ്ട് സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഇഫ് എൽസ് ഉപയോഗിച്ച് നെസ്റ്റിംഗ് രൂപത്തിലും ലാഡർ രൂപത്തിലും എല്ലാ ഫോമാറ്റിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇഫ് എൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തതും അടുത്ത ഒരു വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. ആ കാറ്റഗറിയിൽ വരുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വർക്കിങ്ങും പഠിക്കും. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത ഒരു പ്രോഗ്രാം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതിയും കൂടെ നോക്കും. അപ്പം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ച ഇഫ് എൽസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സത്യം പറഞ്ഞാൽ രണ്ട് ഔട്ട്പുട്ട് ബേസ് ചെയ്താണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഇഫ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അതായത് ബേസിക്കലി രണ്ട് ഔട്ട്പുട്ടാണുള്ളത്. ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് ഔട്ട്പുട്ട് വരുന്നെങ്കിലാണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്, ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ ഈ രണ്ട് ഔട്ട്പുട്ട് ബേസ് ചെയ്ത് നമുക്ക് ഏത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടിൽ കൂടുതൽ ഔട്ട്പുട്ടാണ് വരുന്നത് എങ്കിൽ എന്താണ് ചെയ്യുക? ഒന്നുകിൽ ഇഫ് എൽസ്, പിന്നെ വീണ്ടും എൽസിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ എൽസിൻ്റെ കൂടെ പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് രണ്ടിൽ കൂടുതൽ ഔട്ട്പുട്ട് വരുന്ന കേസിൽ നമുക്ക് ഈ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാകും, കുറച്ച് കോംപ്ലക്സ് ആയി പോകും. മാത്രമല്ല ഈ ട്രൂ ഓർ ഫാൾസ് ഔട്ട്പുട്ട് വരുന്ന കേസസിൽ മാത്രമേ നമുക്ക് ഈ ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ട്രൂ ഓർ ഫാൾസ് എന്ന ഔട്ട്പുട്ട് വേണം, അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ നോൺ സീറോ. ഈ രണ്ട് ടൈപ്പ് ഓഫ് വാല്യൂവിലുള്ള ഇക്വേഷൻസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ബേസിക്കലി രണ്ട് റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ട് ഔട്ട്പുട്ടല്ല, രണ്ടിൽ കൂടുതൽ ഔട്ട്പുട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓരോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ്, ഓരോ ഔട്ട്പുട്ടിനും സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 5 ഔട്ട്പുട്ട് വരികയാണെങ്കിൽ 5 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കൊടുക്കേണ്ടി വരും. ഓരോ ഔട്ട്പുട്ടിനും ഇന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് വെക്കും. അങ്ങനെ കൂടുതൽ ഔട്ട്പുട്ട് വരികയാണെങ്കിലാണ് സാധാരണ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. മാത്രവുമല്ല, ഈ ഇവിടെ സ്വിച്ച് എന്ന് എഴുതിയിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ എഴുതും. ആ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കത്തില്ല, പകരം ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. എന്തെങ്കിലും ഒരു ഇൻറ്റീജർ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഇക്വേഷൻസൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സോ ഇക്വേഷൻസോ എക്സ്പ്രഷനോ ആയിരിക്കും ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. അത് മേ ബി എനിക്ക് വേണമെങ്കിൽ വേരിയബിൾസ് തന്നെ അതിൻ്റെ അകത്ത് എഴുതാം. അവിടെ എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ, ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വേരിയബിൾ നമുക്കിവിടെ എക്സ്പ്രഷനായിട്ട് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അങ്ങനെ ഇൻറ്റീജർ വാല്യൂ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മളിവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുന്നത്. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും കേസ് 1 കേസ് 2 എന്നും പറഞ്ഞുകൊണ്ട് കേസ് വാല്യൂ 1 കേസ് വാല്യൂ 2 എന്നും പറഞ്ഞ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഈ കേസ് വാല്യൂ 1 കേസ് വാല്യൂ 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന ഔട്ട്പുട്ടാണ്. ഇവിടെ എക്സ് അല്ലെങ്കിൽ x+1 എന്നീ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം നമുക്കൊരു വാല്യൂ, ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടുമെന്ന് കരുതുക. മേ ബി 1 2 3 4 5 എന്നായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഈ 1 എന്നും 2 എന്നും 3 എന്നും 4 എന്നും 5 എന്നും പറയുന്ന വാല്യൂസാണ് ഇവിടെ വാല്യൂ 1നും വാല്യൂ 2നും വാല്യൂ n-നും പകരമൊക്കെ നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ 1 2 3 4 5 ആണ് ഈ ഇക്വേഷൻ്റെ ഔട്ട്പുട്ട് എങ്കിൽ ഇവിടെ കേസ് 1 എന്നും കേസ് 2 എന്നും കേസ് 3 എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. എന്താണോ ഔട്ട്പുട്ട് വരുന്നത്, ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് എന്താണോ ഇൻറ്റീജർ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, ആ ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. കേസ് 1, കേസ് 2, കേസ് 3. ഇപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100, 200, 300, 400 എന്നാണെങ്കിൽ കേസ് 100, കേസ് 200, കേസ് 300 എന്നായിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണോ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, അത് നമുക്ക് നേരത്തെ അറിയാമായിരിക്കും. നമുക്ക് അറിയാവുന്ന ഔട്ട്പുട്ടേ കിട്ടുകയുള്ളൂ. ആ ഔട്ട്പുട്ടായിരിക്കണം നമ്മൾ കേസ് 1 ഇങ്ങനെ ഓരോ കേസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ 5, 10, 12, 30 എന്ന ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാമെങ്കിൽ ഇവിടെ എഴുതേണ്ടത് കേസ് 5, കേസ് 10, കേസ് 12 എങ്ങനെ, അല്ലെങ്കിൽ കേസ് 30 അങ്ങനെ ലിസ്റ്റ് ചെയ്യാം.
സപ്പോസ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത് എങ്കിൽ ഇപ്പം നമുക്കറിയാം ഈ 4 ഔട്ട്പുട്ടാണ് ഒരു ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഈ 4 ഔട്ട്പുട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡീഫോൾട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ കൊടുക്കാം. ഇവിടെ ഇപ്പം 100, 200, 300, 400 ആണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നതെന്ന് കരുതുക. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മളിവിടെ എഴുതും. കേസ് 100, കേസ് 200, കേസ് 300, കേസ് 400 ഇവിടെ എഴുതും. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എങ്കിൽ അതെന്തായാലും ലിസ്റ്റ് ചെയ്യാത്തതായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡീഫാൾട്ട് എന്നും പറഞ്ഞുകൊണ്ടും കൂടെ നമുക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഈ ഡീഫാൾട്ട് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, നിർബന്ധമായും കൊടുക്കണമെന്നില്ല. വേണമെങ്കിൽ ഡീഫാൾട്ട് അങ്ങ് ഒഴിവാക്കാം. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്, ഈ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ഡീഫാൾട്ട് തന്നെ അങ്ങ് ഒഴിവാക്കാം. അതല്ല എങ്കിൽ ഒരു ചാൻസ് എടുക്കേണ്ടതെന്ന് എഴുതി ഡീഫാൾട്ട് എന്നുകൂടെ കൊടുത്തിട്ട് അതിന് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ അങ്ങ് കാണിക്കാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതപ്പോൾ അത് മനസ്സിലാവും. അപ്പം ഈ സ്വിച്ച് എന്ന് എഴുതി ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ, ഒരു ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീജർ ഔട്ട്പുട്ട്, ഇൻറ്റീജർ വാല്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. എന്നിട്ട് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് ഈ കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ കേസ് 1 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ 1, ആ വാല്യൂ 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതാണ് ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ കേസ് 1, 2, 3, 4 ആണെങ്കിൽ ആദ്യം കേസ് 1 എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു കോളൻ ഇടുക. ഇവിടെ സെമി കോളൻ അല്ല, കോളൻ ഇടുക. എന്നിട്ട് അതിൻ്റെ അകത്തായിരിക്കും ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ടത്. ഇത് നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണോ എഴുതാം. സാധാരണ ഈ 1 കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. കേർലി ബ്രാക്കറ്റ് ഇല്ല എങ്കിലും കുഴപ്പമില്ല, അത് വർക്ക് ചെയ്തോളും, കുഴപ്പമില്ല. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേസ് വാല്യൂ 2 എന്ന് എഴുതിയിട്ട് ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. അതല്ല എങ്കിൽ കേർലി ബ്രാക്കറ്റ് ഇട്ടില്ല എങ്കിലും അത് വർക്ക് ആയിക്കോളും. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം, അതിൻ്റെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കേർലി ബ്രാക്കറ്റ് നിർബന്ധമില്ല, ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ കേർലി ബ്രാക്കറ്റ് ഇല്ലെങ്കിലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. അപ്പം ഇവിടെ കേസ് ആ വാല്യൂ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അത് ഇവിടെ എഴുതുക. എന്നിട്ടുള്ള കോളൻ എഴുതുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നായിട്ട് ലൈൻ ബൈ ലൈനായിട്ട് ലിസ്റ്റ് ചെയ്യാം. ആദ്യം കേസ് 1 എന്ന് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലിസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കേസിൻ്റെ ലിസ്റ്റ് ചെയ്യുക. എത്ര കേസുണ്ടോ, ഈ കേസ് എന്ന് പറയുന്നത് എത്ര ഔട്ട്പുട്ട് എന്നാണ്. ഇപ്പോൾ 100, 200, 300, 400 ആണ് നമുക്ക് അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന ഔട്ട്പുട്ട് എങ്കിൽ കേസ് 100 എന്ന് എഴുതിയിട്ട് ഒരു കോളൻ ഇടുക. എന്നിട്ട് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. എന്നിട്ട് രണ്ടാമത്തെ കേസ് 200 എന്ന് എഴുതി ഒരു കോളൻ ഇടുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. അങ്ങനെ എല്ലാം എഴുതുക. ഇനി വേണമെങ്കിൽ ഡീഫാൾട്ട് എന്ന് പറഞ്ഞ് ഒരു കോളൻ ഇട്ടിട്ട് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ എഴുതുക. ഇത് ഡീഫാൾട്ടായിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത വാല്യൂസ് ഒന്നുമല്ല ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഡീഫാൾട്ട് എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എന്ന് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങളിവിടെ കാണുക. ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് ഞാനിവിടെ കൊടുത്തത്. സാമ്പിളായിട്ട് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. ആ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 100, 200, 300 ആയിരിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കേസ് 100, കേസ് 200, കേസ് 300 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേസ് 100 ആണ് വരുന്നതെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. y = x+1 എന്ന ഇക്വേഷൻ കൊടുത്തു. പിന്നെ ബ്രേക്ക് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുത്തു. എന്താണ് ഈ ബ്രേക്ക് എന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം, നിങ്ങളിപ്പോൾ എഴുതുക. സംഭവം എന്താണെന്നാലും എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും ബ്രേക്ക് നിർബന്ധമാണ് എന്നേ ഉള്ളൂ. അത് നിർബന്ധമായും എഴുതുക. അത് കഴിഞ്ഞ് കേസ് 200 എന്ന് എഴുതി അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എന്നിട്ട് ബ്രേക്കും കൂടെ എഴുതുക. കേസ് 300 എഴുതി കോളൻ ഇട്ടു. എന്നിട്ട് അതിൻ്റെ അകത്ത് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എന്നിട്ട് ബ്രേക്ക് എന്ന് എഴുതുക. എന്നിട്ട് ഡീഫാൾട്ട്, ഇതൊന്നും അല്ല വാല്യൂസ്, ഇതിൻ്റെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇതൊന്നും അല്ല വാല്യൂ എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡീഫാൾട്ട് എന്ന് എഴുതി അതിനും കൂടെ ഒരു എന്തെങ്കിലും സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് എഴുതാം. അതും കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ബ്രേക്കിൻ്റെ ആവശ്യമില്ല, ഞാൻ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. ഈ ഡീഫാൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ബ്രേക്ക് എന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ്, ഇൻറ്റീജർ വാല്യൂസ് ഔട്ട്പുട്ടായിട്ട് വരുന്ന കേസിലാണ് ഈ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതാണ് നമ്മളിവിടെ കേസ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ഓരോ കേസിനും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 100 ആണെന്ന് കരുതുക. 100 ആണെങ്കിൽ അത് നേരെ കേസ് 100 എന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ കേസ് 100 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ കേസ് 200, കേസ് 300, ഡീഫാൾട്ട് അതൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് എക്സിക്യൂട്ട് ചെയ്ത്, സപ്പോസ് ഇപ്പോൾ 300 ആണ് ഇതിൽ നിന്ന് കിട്ടിയ വാല്യൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കേസ് 100ഉം കേസ് 200ഉം ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കേസ് 300ൻ്റെ കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് പിന്നെ അങ്ങ് പുറത്തിറങ്ങിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പുറത്തിറങ്ങും. എന്നിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ 2 വാല്യൂസ് ആയിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, എക്സിൻ്റെയും എന്നിൻ്റെയും. ഈ എന്നിൻ്റെ വാല്യൂ ഏതാണെന്ന് നോക്കിയിട്ടാണ് ഏത് ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ആ ഇക്വേഷൻ ചൂസ് ചെയ്തിട്ട് എക്സിൻ്റെയും വേണമെങ്കിൽ എന്നിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്ത് വൈയുടെ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടണം. ഈ സെയിം പ്രോഗ്രാം നമ്മൾ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതാൻ നോക്കും. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് എഴുതിയത്. അതിനേക്കാളും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ നോക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലൂടെ എൻ എന്ന് പറയുന്ന ടേമാണ്, ആ വേരിയബിളാണ് ഞാൻ അവിടെ കൊടുത്തത്. കാരണം എൻ എന്ന് പറയുന്ന വേരിയബിളിനെ ബേസ് ചെയ്താണ് ഏത് ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 4 വാല്യൂസ് ഉണ്ടെന്ന് പറയാം. എന്നിന് 1ൻ്റെ വാല്യൂ ഉണ്ട്, 2ൻ്റെ വാല്യൂ ഉണ്ട്, 3ൻ്റെ വാല്യൂ ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി 4 ഔട്ട്പുട്ടാണ്, 4 ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് വേണമെങ്കിൽ എന്നിന് വരാം. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാനായിട്ട് ഈ സ്വിച്ച് എന്ന് എഴുതി സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് എൻ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നമ്മൾ സെമി കോളനൊന്നും ഇടുന്നില്ല, കോളനൊന്നും ഇടുന്നില്ല. ഇവിടെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ കേസ് 1 എന്നിട്ടുണ്ട്. ഈ 1 എന്ന് വരാൻ കാര്യം ഈ എൻ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന 1, 2, 3 എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കേസ് 1 എന്ന് കൊടുത്തത്. കേസ് 1 എന്ന് എഴുതി കോളൻ ഇട്ടിട്ട് ആ ഇക്വേഷൻ y = 1 + x ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള y = 1 + x 1 + x എന്ന ഇക്വേഷൻ അവിടെ മെൻഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂ 1 ആണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ എക്സിൻ്റെ എന്നിൻ്റെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനെ സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എക്സിലോട്ടും എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ഏത് കേസാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. എന്നിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ കേസ് 1, അതായത് ഈ ഇക്വേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. എന്നിൻ്റെ വാല്യൂ 2 ആണ് എങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ കേസ് 1 എന്നുള്ള ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ എന്നിൻ്റെ വാല്യൂ 2 ആണ് എങ്കിൽ നേരെ കേസ് 2 എന്ന് പറയുന്ന ആ സെക്ഷനായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ കേസ് 2 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഈ കേർലി ബ്രാക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങും. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ എക്സിൻ്റെ വാല്യൂ 2ഉം എന്നിൻ്റെ വാല്യൂ 3ഉം ആണ് എൻ്റർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നിൻ്റെ വാല്യൂ വന്നപ്പോൾ അതിൻ്റെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ നേരെ കേസ് 3 എന്ന് പറയുന്ന സെക്ഷനിലെത്തി അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് x⁻n കണ്ടുപിടിക്കാനുള്ള ആ ഫംഗ്ഷൻ, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടെത്തുന്നു. പിന്നെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും. അത് രണ്ടും എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇത് നേരെ പുറത്തിറങ്ങും. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു ലൈനും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡീഫാൾട്ട് ബാക്കിയുള്ളതൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്വിച്ച് എന്ന് പറയുന്ന അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കംപ്രസ് ചെയ്ത് നമുക്ക് എഴുതാനൊക്കും, കുറച്ചും കൂടെ സ്പേസ് ലാഭിക്കുന്ന രീതിയിൽ. ഞാനിവിടെ സ്വിച്ച് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതി കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കേസ് 1 എന്ന് എഴുതി കോളൻ ഇട്ടു. എന്നിട്ട് അതേ ലൈനിൽ തന്നെയാണ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ലിസ്റ്റ് ചെയ്തത്. എല്ലാ കേസിലും അതിൻ്റെ അകത്തുള്ള ഈ കേസ് 1ൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ സെയിം ലൈനിൽ തന്നെയാണ് എഴുതിയത്. ഇത് സത്യം പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, y = 1 + x ഉം ബ്രേക്കും. ഇത് രണ്ടും 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഞാൻ ഒറ്റ ലൈനിലായിട്ട് എഴുതി. അങ്ങനെ നമുക്ക് ഒറ്റ ലൈനിലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. കേസ് 1 എന്ന് എഴുതി കോളൻ ഇട്ടിട്ട് ആ ഒറ്റ ലൈനിൽ തന്നെ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യാം. കേസ് 2ൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തു, കേസ് 3യുടെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തു. ഇത് ഡീഫാൾട്ട് എന്ന് പറയുന്നത് ഈ 3 നമ്പരും അല്ലാതെ എന്നിൻ്റെ വാല്യൂ ഈ 1, 2, 3 അല്ലാതെ, അതായത് ഇവിടെ 1, 2, 3 അല്ലാതെ വേറെ ഏത് വാല്യൂ എന്നിന് വന്നാലും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 + nx ആണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ആക്ച്വലി ഡീഫാൾട്ടിൻ്റെ കൂടെ കൊടുത്തത്. എന്നിൻ്റെ വാല്യൂ 1ഉം 2ഉം 3ഉം അല്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഡീഫാൾട്ട് എന്ന് പറയുന്ന കേസിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിന് ഡീഫാൾട്ട് എന്ന് എഴുതി ഒരു കോളൻ ഇട്ടിട്ട് ആ ഒരു ഇക്വേഷനും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്നു പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ 6 ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ കേസ് 1ഉം 2ഉം 3ഉം ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ ഈ ഡീഫാൾട്ട് എന്ന് പറയുന്ന കേസായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്കിവിടെ സെയിം ലൈനിൽ തന്നെ എഴുതാം. ഇവിടെ ഡീഫാൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായി, ഇങ്ങനെ സ്വിച്ച് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻറ്റീജർ വാല്യൂസ് ഔട്ട്പുട്ടായിട്ട് വരികയാണെങ്കിൽ ആ ഓരോ ഇൻറ്റീജർ വാല്യൂവിനും ഔട്ട്പുട്ടായിട്ട് വരുന്നതിനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഈ സ്വിച്ച് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് എല്ലാ കേസിൻ്റെ കൂടെയും ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.